ഹേലോ അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ മുന്നായിട്ടൊരു വീഡിയോൻ്റെ ബാക്കിയായിട്ടാണ് ഞാൻ വന്നേക്കുന്നത്. നമ്മളന്ന് കുട്ടിയുടെ ഷേവ് ചെയ്യാൻ പോയില്ലേ, അതിൻ്റെ ബാക്കിയാണ്. അവിടുത്തെ നേരെ വീടിൻ്റെ അങ്ങാടിയിലുള്ള ഒരു കടയൊക്കെയായിട്ടാണ് വന്നേക്കുന്നത്. ഈ കട എന്ന് പറയുമ്പോൾ ഞങ്ങളുടെ നാട്ടിലെ ഫേമസ് കട കേട്ടോ. ഇവിടുത്തെ സ്പെഷ്യൽ ഐറ്റം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ പട്ടാണിയാണ് കേട്ടോ. അടിപൊളിയാണ്, ഒരു രക്ഷയില്ല കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട്. ഞാൻ ഇവിടേക്ക് ആദ്യമായിട്ട് വരണം എൻ്റെ കല്യാണം കഴിഞ്ഞിട്ടാട്ടോ. വന്നു, കഴിച്ചു, ഇഷ്ടമായി, ഫാനായി. പിന്നെ ഇത് ഇടയ്ക്കിടയ്ക്ക് കഴിക്കാൻ തോന്നിയിട്ട് കുട്ട പാർസൽ കൊണ്ടുവരാറുണ്ട് കേട്ടോ. പിന്നെ ഞാൻ പ്രഗ്നൻ്റ് ആയ ടൈമിലൊക്കെ ഇത് ഇടയ്ക്കിടയ്ക്ക് കൊണ്ടുവന്ന് കഴിക്കലായിരുന്നു എൻ്റെ പരിപാടി കേട്ടോ. പക്ഷെ ഞാൻ എല്ലാവർക്കും എൻ്റെ പോലെ അടിപൊളിയായിട്ട് ഇഷ്ടമാണെന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല. ഞാൻ എൻ്റെ പേഴ്സണലായിട്ടുള്ള കാര്യം പറയാണ്. എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് ഇവിടുത്തെ പട്ടാണി കേട്ടോ. പിന്നെ ഒരു സങ്കടമുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടുത്തെ ആദ്യം ഉണ്ടായിരുന്ന കാക്ക മരിച്ചു പോയി. ഇപ്പം അവരെ മകനാണ് ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും ചെയ്യണം കേട്ടോ. അധികമായിട്ടില്ല കേട്ടോ. അപ്പോൾ ആളുണ്ടാക്കണ അത്ര ടേസ്റ്റ് ഉണ്ടാവുമെന്ന് അറിയില്ല കേട്ടോ. അയാൾ ഉണ്ടാക്കണം, എന്തായാലും നമുക്ക് നോക്കാം. അപ്പം നമ്മൾ സിംഗിൾ ഓംലേറ്റും പിന്നെ പട്ടാണിയാണ് പറഞ്ഞത്. ഓംലേറ്റ് ഞങ്ങൾ കഴിച്ചു കഴിഞ്ഞിട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് ഉണ്ടാക്കൽ. നിങ്ങൾ കണ്ടു പഠിച്ചോ, നിങ്ങൾക്ക് വീട്ടിലൊക്കെ ഉണ്ടാക്കാം. പിന്നെ ഈ വീഡിയോ കണ്ടിട്ടും ഇത് ഉണ്ടാക്കണ കണ്ടിട്ടും ഇതിൻ്റെ ചുറ്റിനും അലങ്കോലമായി കിടക്കണം കണ്ടിട്ടും ആരും കമൻറ്റ് ഇട്ടിട്ട് വരണ്ട. എന്താണെന്ന് വെച്ചാൽ ഈ കട ഒരു 4 മണിക്ക് ഓപ്പൺ ആയാൽ പിന്നെ എത്ര മണി വരെ ഉണ്ടാവും എന്ന് എനിക്കറിയില്ല. പക്ഷെ എന്തായാലും ഒരു 11 മണി 12 മണി അതിൻ്റെ മുകളിലേക്കൊക്കെ ഉണ്ടാവുമായിരിക്കും. ഞങ്ങളിവിടെ എത്തിയത് ഒരു 10 മണി 10:30 ടൈമിലാണ്. അപ്പോൾ ഇത്രയും നേരം കുക്ക് ചെയ്താൽ നമ്മളെ വീട്ടിലത്തെ അവസ്ഥ ഇങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ. ഞാൻ ഈ വീഡിയോ എടുക്കുമ്പോഴും ആൾ പറഞ്ഞായിരുന്നു ഈ കോലത്തെ പറ്റിയിട്ട്. പക്ഷെ ഞാൻ അത് മൈൻഡ് ആക്കണില്ല. എന്താണെന്ന് വെച്ചാൽ ഞാൻ എന്തെങ്കിലും ഉണ്ടാക്കിയാലും ഇങ്ങനെയൊക്കെ തന്നെ ആവാറുണ്ട്. കഥയൊക്കെ പറഞ്ഞ് നമ്മളെ പട്ടാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഓരോ ദിവസവും ഇവിടെ ഒരുപാട് ആൾക്കാരാട്ടോ വന്ന് പോണത് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഇതാട്ടോ നമ്മൾ പട്ടാണി, സിംഗിൾ പട്ടാണിയാണ് ഞങ്ങൾ പറഞ്ഞത്. പിന്നെ ഇതിനെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ട് എന്തായാലും കാക്ക ഉണ്ടാക്കി അത്ര പോരൂല, എന്നാലും രസമുണ്ട് കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട്. നമ്മളെ ഇച്ചാപ്പനും അത് ഒരുപാട് ഇഷ്ടമായിക്കണം കേട്ടോ. ഓൻ തന്നെയാണ് അത് ഫുള്ള് തിന്ന് തീർത്തെന്ന് പറയാം. പിന്നെ ഞാൻ കഴിച്ചു നോക്കിയിട്ടും എനിക്ക് വലിയ കുഴപ്പമൊന്നും തോന്നിയില്ല. അടിപൊളിയാണ്. ഈ ടേസ്റ്റ് കൊണ്ട് തന്നെയാണ് ഇവിടെ ഇത്രയും ആൾക്കാർ വരണമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഓംലേറ്റും പട്ടാണിയൊക്കെ ഞങ്ങൾ കഴിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഇതാ അവിടെ നിന്ന് പൈസ ഒക്കെ കൊടുത്ത് ഇറങ്ങിയിട്ടോ. അപ്പോൾ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ അതിൻ്റെ അടുത്ത് തന്നെ ഇതൊക്കെ കിട്ടുന്ന ഒരു കട ഉണ്ട്. അപ്പോൾ എന്തെങ്കിലും വേണമെന്ന് ചോദിച്ചാൽ വേണ്ടാന്ന് പറയുന്ന സ്വഭാവം എനിക്ക് പണ്ടേ ഇല്ല. അതുകൊണ്ട് 20 രൂപ തന്നു. അങ്ങനെ 4 ഐറ്റംസ് ഞാൻ മേടിച്ചിട്ടാ. അവിടെ പഴയ കാലത്ത് ഒരുപാട് മിഠായി കിട്ടും. ഇതൊക്കെ എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഐറ്റംസാണ്. അങ്ങനെ ഇതിന്ന് 4 ഐറ്റംസ് മേടിച്ച് 20 രൂപയായി. ഓരോന്നിനും 5 രൂപയാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ നേരെ വീട്ടിൽ പോയി കഥക്കൊക്കെ മുട്ടുകയാണ് കേട്ടോ. അതിൽ തുറന്നിട്ടില്ല, പിച്ചാപ്പ് പോയി മുട്ടുകയാണ്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. ബായ്.